കാറ് കൊണ്ടുവന്നു. ഒരല്പം ദൂരെ ഇട്ടിരിക്കുക. ഇവിടെ കൊണ്ടുവന്നാ തിരിക്കാൻ പാടാ. പൂ വാങ്ങാൻ വന്നതാണോ? അല്ല, പിന്നെ വെറുതെ ഒന്ന് കാണാൻ. എന്താ വെറുതെ വന്നൂടെ? വരാമല്ലോ. എനിക്കൊരു ഉപകാരം ചെയ്യൂ. വീണക്കമ്പി വാങ്ങാൻ കൂട്ടിവെച്ച കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ, ഈ ചെപ്പിലുണ്ട്. എനിക്ക് കട അറിയില്ല. അതിനെന്താ, ഞാൻ വാങ്ങിത്തരാല്ലോ. വേറെ ആരോടും പറയാനില്ലാത്തോണ്ട് പറയാ. ഏലക്ക വിൽക്കുന്നതിനിടയിൽ സമയം ഉണ്ടാകുമോ എന്തോ. പൈസ ചിക്ക് വെച്ചോളൂ. വൈകിട്ട് വീട്ടിൽ വരുമ്പോ ഞാൻ കമ്പി കൊണ്ടുവരാം. ഞങ്ങൾ പണക്കാർക്ക് 2 കമ്പി വാങ്ങുന്ന വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. 2 ഏലക്കയുടെ വിലയല്ലേ ഉള്ളൂ. മറ്റേ കമ്പി വാങ്ങി വന്നാല് ചിക്കു എനിക്ക് എന്താ തരിക? മോര് തരാം. മോര് വേണം. അത് വെറുതെ വന്നാലും കിട്ടില്ലേ? പിന്നെന്താ വേണ്ടേ? വീണയില് കമ്പി ഇട്ടിട്ട് ഒരു പാട്ട് പാടുമോ? അയ്യോ, പോട്ടെ. ഏലക്ക കൊണ്ടുപോകാൻ ലോറി വന്നാണ്. വൈകിട്ട് കാണാം. ஜோசியம் பக்ரிகளா ஜோசியம் 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 கைரேக பக்ரிகளா கைரேக கைரேக கைரேக. എന്താ ചക്രപാണി അദ്ദേഹം വന്ന ശേഷം നിനക്ക് കഞ്ഞിക്ക് വകയില്ലാതായി അല്ലടി കുഞ്ഞി? അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ഞാൻ സഹിച്ചോളാം. എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അതേ, ഞാൻ പഴയ ബീഡി വലിയൊക്കെ നിർത്തി. അവിടെ ഒരു കൈനാട്ടം. എടി, തത്തയെങ്കിലും തെണ്ടിക്കാതെ തുറന്നു വിട്, അല്ലെ ഇതൊരു ദിവസം ഞാനങ്ങ് ചെയ്യും. കാക്കാട്ടി പോലും അന്ന് ഞാൻ നിന്നെ പിടിച്ചതിനകത്ത് അടയ്ക്കും, നോക്കിക്കോ. അതിന് നീ ഒരു ജന്മം കൂടി ജനിക്കണമടി. ചോണയുള്ള തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഒന്ന് തുറന്നു വിടണ. അന്ന് ഞാൻ നിന്നെ പിടിച്ചതിനകത്ത് അടച്ച് നിന്നെ കൊണ്ട് ഞാൻ ചീറ്റെടുപ്പിക്കും. എടുപ്പിക്കും, നമുക്ക് കാണാം. എടീ, നീ എടപ്പള്ളി കുറുപ്പിനോടാണ് കളിക്കുന്നത്, ഓർമ്മിച്ചോണമാ. നിന്റെ അപ്പൂപ്പനല്ലേ വലിയ പള്ളി, അയാളിവിടെ ഇരിക്കുമ്പോഴേ ഞാൻ എന്റെ തന്തയോടെ ഉണ്ട്. പിന്നെയാണ് നീ പോടാ പോടാ പോയി ജോലി നോക്കടാ. ഒരു വലിയ എടപ്പള്ളി വന്നിരിക്കുന്നു. പോടാ, അവന്റെ ഒരു കള്ള ജോസിയം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അയ്യോ, എന്നെ തത്ത, അയ്യോ എന്നെ തത്തയെ തുറന്നുവിട്ടേ. ആരാണി തത്തയെ തുറന്നുവിട്ടാ? പിന്നീടാ എന്നെ തത്തയെ തുറന്നുവിട്ടത്. പിന്നീടാ അയ്യോ എന്റെ തത്ത, എന്റെ തത്ത പോയേ. അയ്യോ, ഞാൻ ഇനി ആരെ കൊണ്ട് ചീട്ടെടുപ്പിക്കും? ഞാൻ എടുത്തോളാം. കാക്കാത്തിയമ്മയ്ക്ക് വിഷമം തോന്നരുത്. തത്തമ്മ കൂട്ടിന്ന് പോയാലും അതിന് തിന്നാൻ എപ്പോഴും എന്തെങ്കിലും കിട്ടും. ഞാൻ വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി. തത്തമ്മയ്ക്ക് അല്ലാവുന്ന കാശ് എനിക്ക് തന്നാ മതി. ഞാൻ ചീട്ടെടുത്തോളാം. നിന്നെ കൊണ്ട് എങ്ങനെ ചീട്ടെടുപ്പിക്കും? കാക്കാത്തിയമ്മ പറഞ്ഞല്ലോ ആ എടപ്പള്ളിയോട്, തത്തയെ തുറന്നു വിട്ടാ അവനെ പിടിച്ചിരുത്തി ചീട്ടെടുപ്പിക്കുന്നു. ഞാൻ കേട്ടല്ലോ. തത്തമ്മയ്ക്കായാലും എടപ്പള്ളിക്കായാലും ചെലവിന് കൊടുക്കണ്ടേ? ആ കാശ് എനിക്ക് തന്നാ മതി. ഞാൻ ഇരുന്നോളാം. എന്തോ വിശന്നിട്ടല്ലേ കാക്കാത്തിയമ്മ? നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? വലിയ വിശപ്പുണ്ടോ? നവാ ഒരു പുട്ട്. നിന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെ, കോഴിക്കോട് അടുത്ത് ബാലുശ്ശേരി എന്ന് പറയും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരുമില്ല. അച്ഛനുണ്ടായിരുന്നു, മരിച്ചുപോയി. അമ്പലത്തിൽ ഊത്തായിരുന്നു. ബാലുശ്ശേരി ഗോപാലപ്പണിക്കരെന്ന് പറഞ്ഞ വലിയ നാദസ്വരക്കാരനാണെന്നാ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ പേര് മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചപ്പോ എനിക്ക് കിട്ടിയത് ഒരു കടുക്ക മാത്രമാണ്. പണ്ടങ്ങ് വായിച്ചപ്പോ ഏതോ ഒരു തിരുവേന കൊടുത്താത്രേ. പട്ടിണി കൊണ്ടാ മരിച്ചുവെങ്കിലും അച്ഛൻ മരിച്ചപ്പോഴാ എനിക്ക് മനസ്സിലായത് വീടും കൂടിയും ഒന്നുമില്ലേലും അച്ഛൻ ഒരു വലിയ ആളായിരുന്നെന്ന്. അതെങ്ങനെയാ? ശവദാഹത്തിന് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. വലിയ ആളുകൾ മരിക്കുമ്പോഴല്ലേ ആളുകൾ കൂടുന്നത്. മതിയോ? നമുക്ക് ചീട്ടെടുക്കാൻ പോവാ. വേണ്ട വേണ്ട, ഞാൻ വേറെ സത്യം വാങ്ങിച്ചോളാം. നിനക്ക് വിശക്കുമ്പോ എന്റെ അടുത്ത് പറഞ്ഞാ മതി. പോയി കൈ കഴുകിയിട്ട് വാ. കാക്കാത്തിയമ്മേ, 2 വീണ കമ്പിക്ക് എന്താ വില? നിനക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ ചെറുക്ക? വാ,
ആ ഒറ്റ വില 200 രൂപ തരാം. എന്റെ അച്ഛന്റെ കടുക്കന. ഏതച്ഛൻ്റെതായാലും എന്താ, 200 രൂപ തരാം. ഇത് വലിയ തിരുവന് കൊടുത്തതാ. 200 രൂപ വേണമെങ്കിൽ തരാം. അല്ല എന്നാ കൊണ്ടുവെക്കും. എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കുള്ള ഒരൊറ്റ സാധന. ഒരു 250 തന്നൂടെ? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, കൊണ്ടുപോണു. എന്നാ 2 വീണ കമ്പി വാങ്ങാനുള്ള കാശ് കടം തരും. ആ തനിക്ക് കടന്നു തരാൻ നമ്മളെ മുമ്പിൽ എന്താ പരിചയം? ഇങ്ങനെയൊക്കെയല്ലേ ആളുകളോട് പരിചയപ്പെടാ. മനുഷ്യനെ മെനകെടുത്ത് ഇറങ്ങിയിരിക്കുകയാണല്ലോ. എന്നാ ഒരൊറ്റ വില 200 രൂപ അതാ. അത് മാത്രം കൊണ്ടുപോകരുത് ചേട്ടാ. ഇവിടെ ഇരിക്കുന്ന വേറെ എന്തുണ്ടെങ്കിലും കൊണ്ടുപോയിക്കോളൂ. ഇത് മാത്രം കൊണ്ടുപോകരുത്. വേറെ എന്ത് പോപ്പിരുന്നിട്ടാടി ആ കിഴവൻ പാട്ടം പൂത്തെന്ന് പറഞ്ഞില്ലാതെ വേറെ എന്തോന്നാ അവിടെ വാങ്ങിച്ചിട്ടുള്ളത്? അച്ഛൻ എനിക്ക് മിണ്ടിപ്പോയത് ആ തന്തയുടെ പേര് ഇവിടെ കേട്ടുപോരും. അവളുടെ അമ്മമ്മയുടെ ഒരു സംഗീതം. ചേട്ടാ. ചിക്കു, എന്തിനാ കരയണേ? അച്ഛേട്ടൻ 6 പിറന്നവളെന്ന് വിളിച്ചല്ലേ? സാരമില്ല, കൈ നീട്ടി. കൈ നീട്ടാൻ ഞാനാ പറഞ്ഞത്. നീട്ടില്ലേ ഞാൻ പോവും, പിന്നെ വരികയില്ല. നീട്ടിയേ. എനിക്കിനി ഇത് വേണ്ട. വീണ കമ്പികൾ കിട്ടിയില്ലേ? ഇനി ഒന്ന് ചിരിച്ചേ. ഇത് വാങ്ങിയ പാട്ട് പാടണമെന്ന് വെച്ചാണോ? ഇന്ന് പാടിയില്ലേലും വേണ്ട, പിന്നൊരു ദിവസം പാടിയാ മതി. വീണ അച്ചേട്ടൻ വിൽക്കാൻ കൊണ്ടുപോയി. 142 രൂപ 50 പൈസയ്ക്ക് ഒരു വീണ കിട്ടും.